ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു ശിവരാത്രി ആശംസകൾ. ഇന്നാണല്ലോ നമ്മുടെ ശിവരാത്രിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലേ. അപ്പം ഒരിക്കലെടുക്കുക എന്ന് പറഞ്ഞാൽ അത്താഴം നമ്മൾ ഭക്ഷണം, അതായത് അരിയാഹാരം ഒന്നും കഴിക്കാതെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയി 12 മണിക്ക് ശേഷം ബലിയിടണം നമ്മുടെ പിതൃക്കൾക്ക്. അതായത് അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ അമ്മാവൻ, അമ്മായിമാർ, അതുപോലെ നമ്മുടെ ആങ്ങളമാർ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടല്ലോ കുടുംബങ്ങളിൽ. അപ്പോൾ അതിനാണ് നമ്മൾ കൂട്ട നമസ്കാരം എന്ന് പറഞ്ഞ് നമ്മൾ ബലിതർപ്പണം ചെയ്യണം. അത് പ്രധാനമായിട്ട് നമ്മൾ പോയി നടത്താൻ ഏറ്റവും നല്ല അമ്പലം തിരഞ്ഞെടുക്കുമ്പോൾ ആലുവ തന്നെയാണ്. ഏറ്റവും അടുത്തുള്ള ഏറ്റവും വലിയൊരു അമ്പലമാണ് ആലുവ, അല്ലേ. ആലുവ അമ്പലത്തിൽ ഇന്നത്തെ ജനത്തിരക്ക് നമ്മളെല്ലാവരും എല്ലാ വർഷവും കാണാറുണ്ട്. ഞാൻ പോയി ആലുവയിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ആലുവയിൽ പോകാൻ പറ്റാത്ത അവസരങ്ങളിൽ പാഴൂർ മഹാദേവ ക്ഷേത്രം, അവിടെയും ബലിതർപ്പണത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അവിടെ 3 ദിവസമായിട്ട് മഹാ ഉത്സവവുമാണ്. ഉച്ചയ്ക്ക് അന്നദാനം, അതുപോലെ തന്നെ എഴുന്നള്ളിപ്പ്, അതുപോലെ വൈകുന്നേരം ശിവരാത്രിയോടനുബന്ധിച്ച് പ്രോഗ്രാംസുകളുണ്ട്. അപ്പോൾ ഈ ശിവരാത്രിക്ക് നമ്മൾ കർക്കിടക വാവിനാണ് നമ്മൾ ചില ആളുകൾ പോയി ബലിയിടും. അതുപോലെ തന്നെ മരിച്ച മാസം, അല്ലേ, ഇപ്പോൾ ജൂൺ മാസത്തിലാണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചത്. അപ്പോൾ ജൂൺ മാസത്തിൽ പോയിട്ട് നമ്മൾ എപ്പോഴാണോ മരിച്ച ആ നാൾ, മകനാളിൽ പോയിട്ട് നമ്മൾ നമസ്കാരം കഴിക്കാറുണ്ട്. എങ്കിലും ശിവരാത്രിയുടെ പ്രാധാന്യം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ശിവരാത്രിയുടെ അന്നാണ് നമ്മുടെ പിതൃക്കളെ എല്ലാവരെയും സ്വർഗ്ഗവാതിൽ, അപ്പം കുറച്ചാളുകൾ സ്വർഗത്തിൽ പോകും, കുറച്ചാളുകൾ നരകത്തിൽ പോകും എന്നാണ് പറയുന്നത്. അപ്പം നല്ല ആത്മാക്കളായിട്ടുള്ള ആത്മാക്കളെ എല്ലാം എല്ലാവരെയും അഴിച്ചുവിടും. അപ്പോൾ അവർ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ മക്കളെ കാണുവാനും ഭാര്യമാരെ കാണാനും എല്ലാവരും വരുന്നു എന്നാണ് ഒരൈതിഹ്യമുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകണം. പിന്നെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രിയാണ്. നൈറ്റ് ഉറങ്ങാതെ ആളുകൾക്കിരുന്ന് കാണുവാനായിട്ട് ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം അതെല്ലാം കാണുവാനായിട്ട് ആളുകൾ എത്തിച്ചേരുക തന്നെ ചെയ്യണം. പിന്നെ അതുകൂടാതെ നമ്മൾ മത്സ്യമാംസ ആഹാര സാധനങ്ങളൊന്നും കഴിക്കരുത്. അങ്ങനെയെല്ലാം പോയി കഴിച്ചിട്ട് ബലിയിട്ടത് കൊണ്ട് നമുക്കതിൻ്റെ പ്രയോജനം കിട്ടുകയില്ല. അപ്പം നമ്മൾ മരിച്ച വ്യക്തിയുടെ നാൾ എന്നാണോ മരിച്ചത് ആ ദിവസത്തെ നാളും പിന്നെ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞാണ് നമ്മൾ ബലിതർപ്പണം ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അഷ്ടമിയല്ല നമ്മുടെ വൈക്കത്തപ്പൻ്റെ ശിവരാത്രി ആശംസകൾ. ഓക്കെ ഗൈസ്, എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. ഓക്കേ.